ഗുഡ് മോർണിംഗ് ഡിയാസ്. നമ്മൾ ഇന്നാൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ രാവിലത്തെ ഇഡ്ഡലി മാവാണ് കേട്ടോ. ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും നമ്മൾ ഉഴുന്നും പച്ചരിയും ലേശം നമ്മുടെ ചോറും ഒക്കെ വെടിച്ച് അരയ്ക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഒരു 2 പഴം ഇടണമായിരുന്നു കേട്ടോ. ഒരെണ്ണം രാവിലെ എണീറ്റപ്പോൾ വിശന്നപ്പോൾ ഞാനങ്ങ് കഴിച്ചു പോയി. അപ്പോൾ ബാക്കി ഒരെണ്ണം ഉള്ളതാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. ഇതിന് അത്യാവശ്യം അത്ര ചെറിയ പഴമല്ല. എന്നാണ് ഞാനിട്ട് 2 കുഞ്ഞു പഴമായിരുന്നേ. അത് വെച്ച് നോക്കുമ്പം ഇത് ഒരെണ്ണം 2 പഴത്തിൻ്റെ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇതിടണം. പിന്നെ നമ്മൾ ഇടുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാട്ടോ. ഗോതമ്പ് പൊടി ഒരു ലേശം ഇടുന്നുണ്ട്. മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതാണ് നോക്കി നമ്മൾ ശർക്കര പാനി വെച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കുകയാണേ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളൊരു കാര്യം വിട്ടുപോയായിരുന്നു കേട്ടോ, ഏലക്ക. നമ്മൾ ഏലക്ക ഇപ്പോൾ അറിയാമല്ലോ, ഏലക്കയിലൊക്കെ നന്നായിട്ട് വിഷം അടിച്ച് വന്നതാണ്. അതിന് അവരെയും കുറ്റം പറയാൻ പാടില്ല, കാരണം അല്ലെങ്കിൽ ഇത് വളരാൻ പാടാണ്. അപ്പോൾ നമ്മളതിൻ്റെ തോട് കളഞ്ഞിട്ട് അകത്തുള്ള അരി മാത്രം എടുത്തിടുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 2 3 എണ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഏലക്കയുടെയൊക്കെ ഒരു ഫ്ലേവർ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഇട്ട് ഉണ്ടാക്കുന്നതും ഇടാതെ ഉണ്ടാക്കുന്ന രണ്ടും തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാലൻസ് ഉള്ളത് ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിയോടെ വെച്ചേക്ക് ഒരു ഡപ്പയിലിട്ട് വെക്കേണ്ടതാണ്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ഇതിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ, മടി. ഇതാ മാവ് കുറച്ച് ടൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദോശമാവുണ്ടല്ലോ, ഇതും കൂടെ കുറച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇതും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ സംഗതി ഓക്കെ ആവുമായിരിക്കും. അത് കുറച്ചിട്ട് നോക്കാം. ഇത് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് നമ്മുടെ മാവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള നമുക്കൊന്ന് വടിച്ചൊഴിക്കാം കേട്ടോ. എന്നിട്ടും ലൂസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ശർക്കരപ്പാനി ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിച്ചോളൂ. ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ശർക്കരപ്പാനി കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അത്രയും വേണ്ടാന്ന് കേട്ടോ. ഞാനല്ല ഈ കൈയളവാണ്, അല്ലാതെ ഇങ്ങനെ അളവ് കറക്റ്റ് കൃത്യമായിട്ട് ഞാൻ നോക്കി എന്ത് ചെയ്താലും കുളമായി പോകാറുണ്ട്. കൈക്കണക്കിന് ചെയ്താൽ ശരിയാവാറുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്യാറാണ്. നമുക്കിതെല്ലാം കൂടെ നിട്ട് ഇളക്കിയെടുക്കാം. നമ്മളൊരു ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല കുറുകിയിട്ടിരിക്കുകയാണ് നമ്മുടെ മാവ്. നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ആവേശത്തിന് കഴിഞ്ഞ പ്രാവശ്യം ശരിയായെന്നുള്ള രീതിക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ട്, നമുക്കിത് ഇനിയും കുറുകിപ്പോവും. നമുക്ക് ലേശം പഞ്ചസാര കൂടി ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ശർക്കര കുറവാണെന്ന്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി സംഭവം. നമ്മൾ ശർക്കര പാനി കഴിച്ചിന് ഇച്ചിരി തോനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാമേ. അപ്പോൾ ഇനി ലേശം പഞ്ചസാര കൂടി ആഡ് ചെയ്യാം നമുക്ക്. അതും കൂടെ മിക്സ് ചെയ്തെടുക്കാമേ. പിന്നെ നമുക്ക് കല്ല് വെച്ച് ചൂടാക്കാം. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് നെയ്യിൽ നമ്മുടെ എള്ള് കൂടി വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ എള്ള് കുറച്ചിട്ട് കൊടുത്ത് ഒരുപാടങ്ങ് പൊട്ടണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം.
ഇത് മതി. ഈ ഒരു അളവിൽ നമുക്കെടുത്ത് അതുകൂടി ഇതിനകത്തോട്ട് ചേർക്കാം. പ്രത്യേക വാസന കേട്ടോ. നമ്മുടെ ഗണപതി അമ്പലത്തിലൊക്കെ, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഭാഗത്തോട്ട് എന്തൊരു വാസനയുണ്ട്. നമ്മുടെ ഈ പഴത്തിൻ്റെയും ഈ നെയ്യുടെയും ഒക്കെ ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മൾ കല്ല് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നിറഞ്ഞു നിൽക്കുന്ന എണ്ണ ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്നറിയാമോ, ഇതിന് ശേഷം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഈ എണ്ണ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് അവിടെ മാവ് വന്ന് വീഴുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചാലും അതിനകത്ത് നിങ്ങൾ പുറത്ത് വന്നോളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഗ്യാസ്, ഈ ഒരു അടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, വീതി കുറവാണ് ഈ ഒരു പോർഷനെ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ ഉണ്ണിയപ്പ കോല് വെച്ച് കുത്തുമ്പോൾ ഇത് ചരിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെ ചരിഞ്ഞ് വീഴുമ്പോൾ കുറച്ച് എണ്ണയും പോകും, കുറച്ച് എൻ്റെ കൈയും പൊള്ളാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതായത് നമ്മൾ കുത്തുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് കുത്തും. ഇങ്ങനെ ചരിച്ച് കുത്തിക്കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡിനകത്തൊന്ന് വിട്ടു. കാരണം ഇത് വലിയൊരു പൊസിഷനിങ് ഇല്ലാത്തൊരു സംഭവമാണ് ഇതിൻ്റെ അടിഭാഗം. നമ്മൾ വിറകടുപ്പിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴും കുറച്ച് വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ ഇത് ഈ ഒരു സ്റ്റൗവിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഇത് പെട്ടെന്ന് മറിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിറ്റുള്ള പാത്രമാണ് ഉണ്ണിയപ്പ ചട്ടി എന്നുള്ളത്. എങ്കിൽ കൂടി നമ്മളിങ്ങനെ കുത്തുന്നതൊക്കെ സൈഡൊക്കെ തിരിച്ചിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കെടുത്ത് ഒഴിക്കാൻ മാത്രം മതി. ഇനി നമുക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലേശം ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും മതിയാവും കേട്ടോ. ഇത് തന്നെ പൊങ്ങി വരുമ്പോൾ നല്ല അത്യാവശ്യം അല്പമുണ്ടാവും. ഇച്ചിരി നല്ലൊരു സ്പൂൺ എടുക്കണം. പക്ഷേ കിട്ടും. വാവട്ടം കുറവായതുകൊണ്ടേ അവിടെ ഇപ്പോൾ തന്നെ പൊങ്ങി വന്ന കേട്ടോ. പക്ഷെ തന്നതാൻ അങ്ങ് തിരിഞ്ഞോളും കേട്ടോ. കണ്ടോ, പക്ഷേ തിരിഞ്ഞ് കിടക്കത്തില്ല, അങ്ങ് മറിഞ്ഞു പോകും. അത് കുറച്ചും കൂടെ മാവ് ഒഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ കിടക്കുന്നുണ്ടാവും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഇത് ഒരു വേവുള്ള സാധനമാണ്. എന്നാലും ഒരുപാട് നേരം കിടക്കാൻ വേണ്ട. എന്നാലും നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം കൂടുതലാണെങ്കിൽ വേഗാതെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വെന്തെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുകയും ചെയ്യും, വെന്തും കാണില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ എടുത്ത് വെച്ചാലും അതിനകത്ത് എണ്ണയുടെ ഒരു ചൂടും എല്ലാം കൂടെ നിന്നിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് കറക്കും കേട്ടോ. അപ്പോൾ നല്ല കറുത്തിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കരിക്കട്ട കണക്കായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, കാരണം നമ്മൾ പഴമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സ്പൂണും കൂടെ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ ചിലതൊക്കെ വലുതുള്ളതാണെങ്കിൽ തിരിഞ്ഞു വരാൻ വലിയ പാടാണ്. നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കും നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗണപതി അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ ഈ ഉണ്ണിയപ്പത്തിൻ്റെ. നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ പോയതിൻ്റെ ഒരു ആലോചന അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരും. ഇതൊക്കെ വെന്താണ് കേട്ടോ. അത്യാവശ്യം നമ്മളൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വേവുന്ന ഇത് കാരണം ഇത് ആദ്യമേ നമ്മൾ ഇട്ട മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെന്ത് കാണും. കുത്തുമ്പോൾ ശ്രദ്ധിച്ച് കുത്തണം കേട്ടോ. ഉണ്ണിയപ്പത്തിൽ മാത്രമായിരിക്കണം, അല്ലാതെ പാത്രത്തിനകത്തിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാത്രം ചരിഞ്ഞ് പോവും. കണ്ടോ, നമ്മുടെ ഉണ്ണിയപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇതങ്ങനെ ഫൈനലി നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.